ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ സഭാ സമ്മേളനമാണ് നാളെ ചേരുന്നത്. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആന്റ് ഇലക്ഷൻ മാനേജ്മെന്റ് 2026-ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബുധനാഴ്ച തുടക്കമാകും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം. ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് ഇന്ത്യൻ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആഗോള സമ്മേളനമാണിത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ 70-ലധികം രാജ്യങ്ങളിൽ നിന്നായി 100ഓളം അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് പട്ടികയിലെ തിരുത്തലുകൾക്കായി അനുവദിച്ചിരുന്ന സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഈ മാസം 30 വരെ സമയപരിധി നീട്ടി നൽകിയത്. കേരളത്തിൽ കരട് പട്ടിക ഇക്കഴിഞ്ഞ ഡിസംബർ 23-നാണ് പ്രസിദ്ധീകരിച്ചത്. തിരുത്തലുകൾക്കുള്ള കാലയളവ് ഈ മാസം 22 വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. കേരള കുംഭമേളയെന്ന് വിശേഷിപ്പിക്കുന്ന പ്രഥമ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായയിൽ തുടക്കമായി. മാഘഗുപ്ത നവരാത്രി ആരംഭ ദിനമായ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്കാരം സംരക്ഷിക്കുക എന്നത് ആർക്കും എതിരല്ലെന്ന് ഗവർണർ പറഞ്ഞു. ഇന്നു മുതൽ ഫെബ്രുവരി 3 വരെയാണ് മേള. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 6 വരെ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ മാത്രമേ ദർശനത്തിനായി സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കൂ. നാളെ രാവിലെ 6:30-ന് പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കി നട അടയ്ക്കും. ഇന്നലെ രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലുള്ള കളഭാഭിഷേകം നടന്നു. 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുക്കാനായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 7 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നാടിനാകെ അഭിമാനിക്കാവുന്ന രീതിയിൽ ആരോഗ്യമേഖല നേട്ടങ്ങൾ കൈവരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026-ന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഇന്ന് കൊല്ലത്ത് നിർവഹിച്ചു. കേരള നവോത്ഥാനത്തിന്റെ നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമയും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംവിധാനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷനാകും. മന്ത്രിമാരായ ജെ. ചിഞ്ചുറാണി, കെ. ബി. ഗണേഷ് കുമാർ എന്നിവർ മുഖ്യ അതിഥികളാകും. ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനകരമായ ഈ സൌകര്യം സംസ്ഥാനത്ത് ആദ്യമായി കൊല്ലം ജില്ലയിലാണ് യാഥാർത്ഥ്യമാകുന്നത്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന പറന്നുയരാം കരുത്തോടെ എന്ന ബോധവത്കരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മന്ത്രിമാരായ ആർ ബിന്ദു, ജെ. ചിഞ്ചുറാണി എന്നിവർ പങ്കെടുക്കും. ക്യാമ്പയിൻ അംബാസഡറായി നടി മഞ്ജു വാര്യരും എത്തും. 2024-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ.സി. ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും. 51 ചലച്ചിത്ര പ്രതിഭകൾക്ക് മുഖ്യമന്ത്രി അവാർഡുകൾ സമ്മാനിക്കും. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറന്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സർഗോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സവിശേഷ ഇൻക്ലൂസീവ് ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 3 ദിവസത്തെ സർഗോത്സവം 21-ന് സമാപിക്കും. തലശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 10.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി പിടിയിൽ. പഞ്ചാബ് ലുധിയാന സ്വദേശിയായ ജീവൻ രാമാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 2 വരെ നീട്ടി. റിമാൻഡ് കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ വീണ്ടും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കട്ടളപ്പാളി കേസിലാണ് എൻ വാസു പ്രതിയായിട്ടുള്ളത്. അതേസമയം കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ വ്യാഴാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യവും തന്ത്രിയുടെ ജാമ്യ ഹർജിയും അന്ന് പരിഗണിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.